പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും പരിപൂർണമായ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിൽ ആവശ്യമായിരിക്കുന്ന സകല കൃപാവരങ്ങളും നീ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. സ്നേഹസ്വരൂപനായ ഈശോയെ, പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾക്ക് കൃപ ലഭിച്ചത്. ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നുപോയ ദിനങ്ങൾ, ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളും അങ്ങയുടെ തിരുഹൃദയത്തിന് ചേർന്നതാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. പലപ്പോഴും അങ്ങയുടെ ഹിതത്തിൽ നിന്നും മാറി ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ഞങ്ങളുടെ താല്പര്യമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി അങ്ങയുടെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിനായിട്ട് ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള വചനങ്ങൾ നമുക്കെടുക്കാം. മറിയം ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്ന ഭാഗമാണ്, നമുക്കറിയാമല്ലോ. പരിശുദ്ധ അമ്മേ, സമർപ്പണത്തിൻ്റെ മാധുരികയായിരിക്കുന്ന പരിശുദ്ധ അമ്മേ, മാതാവേ, ദൈവഹിതത്തിന് മുമ്പിൽ അവിടുത്തെ ഹിതം പോലെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശപ്പെടാതെ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന വലിയ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ സമർപ്പണത്തിൻ്റെ വലിയൊരു മാതൃക പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യഥാർത്ഥ സമാധാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം അസ്വസ്ഥരാവുകയാണ്. പലപ്പോഴും മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകും. അതെല്ലാം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തെത്തുമ്പോഴും എല്ലാം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ കൊടുക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹൃദയത്തിൽ സ്വർഗീയമായ സമാധാനം നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയെ, ദിനത്തിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. ഈശോയെ, എന്തെങ്കിലും നിൻ്റെ സമയവും നിൻ്റെ രീതിയും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപയാൽ ചേർത്ത് നിർത്തണമേ. ഈശോയെ, ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ
കൂടുതൽ നിൻ്റെ ഹിതം മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവർക്കും യുവതീവാക്കന്മാർക്കും പഠനത്തിലായിരിക്കുന്ന കുട്ടികൾക്കുമെല്ലാം ഈശോയെ സമർപ്പിക്കുന്നു. കൃപയായിരിക്കണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കടിഞ്ഞാൻ ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന പലതും അങ്ങനെ മുമ്പിൽ ശരിയെന്ന് വരാം. അതുകൊണ്ട് അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ ഭരിക്കണമേ. പ്രതിസന്ധികൾ തളരാതെ അങ്ങയുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. പ്രിയ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടെ ഈ ദിവസം ചെലവഴിക്കാൻ പരിശ്രമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.